അതായത് ഇതിലൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എൻ്റെ ഹൃദയം കൊണ്ടാണ്, ഹൃദയരക്തം കൊണ്ടാണ് ഒപ്പുവയ്ക്കുന്നതെന്ന് വിശാഖം തിരുനാൾ രാമവർമ്മ വേദനയോടെ പറഞ്ഞു എന്ന് ചില കഥകളിലും ഒത്തിരി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ദുരൂഹത നിറഞ്ഞതാണ്. 1886 ഒക്ടോബർ മാസം 29-നാണ് പാട്ടക്കരാർ ഒപ്പുവയ്ക്കുന്നത്. 1886 ഒക്ടോബർ മാസം 29-ാം തീയതി പാട്ടക്കരാർ ഒപ്പുവയ്ക്കുന്നതിനും 14 മാസം മുമ്പ് വിശാഖം തിരുനാൾ മരണപ്പെട്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച് 3-ാം മാസം രാജിവെച്ച് മദ്രാസിലേക്ക് മടങ്ങിപ്പോയ ദിവാൻ, അതൊരു ദുരൂഹത. ഈ ബ്രിട്ടീഷുകാരുടെ അതിസമ്മർദ്ദം ഇവിടുത്തെ പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവിനുമേൽ, അതൊരു ദുരൂഹത. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചും അറിഞ്ഞും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഹൈഡ്രോഗ്രാഫർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണ്. എന്നോടൊപ്പം ഉള്ളത് റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി സാറാണ്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ, പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മുല്ലപ്പെരിയാർ ഡാമിൽ എന്താണ് ഇനി പ്രതിവിധി എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമുക്കിനി കറക്റ്റായിട്ടൊരു ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടതുണ്ട്. സാർ വായിച്ചറിഞ്ഞ, സാർ കൃത്യമായി കണ്ടറിഞ്ഞ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചരിത്രം എന്താണ്? മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു ഡാമിൻ്റെ ഒരു കൺസെപ്റ്റ് തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. 1800-കളുടെ അവസാനത്തിലാണ്. 1861-62 കാലമായപ്പോൾ മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഇടുക്കിക്കടുത്ത് സഹ്യപർവ്വതത്തിൻ്റെ താഴ്ഭാഗത്താണ്, താഴ്വര അപ്പുറത്ത് താഴ്വര, അതായത് കിഴക്ക് ഭാഗത്താണ് മധുരയൊക്കെ വരുന്നത്. മധുര, തേനി, കമ്പം, അതുപോലെ ആ ഭാഗത്ത്, ആ ഡിസ്ട്രിക്റ്റുകളിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തിലുള്ള അന്നവിടെ വളരെ വരൾച്ചയായിരുന്നു. കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതിന് കാരണം വെള്ളത്തിൻ്റെ അഭാവമാണ്, ജലത്തിൻ്റെ അഭാവം. അവിടുത്തെ കിണറുകൾ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ആ ഭാഗത്തുള്ള, മധുര ഭാഗത്തുള്ള ആൾക്കാരെല്ലാം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക്, കൃഷിക്കാരെല്ലാം മാറി മാറി കാവേരി ബേസിനിലോട്ടൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇത് ഒരു വളരെ വരൾച്ച ബാധിച്ച ഒരു ഏരിയ ആയിട്ട് മാറിയപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്താണ് എന്ന് ബ്രിട്ടീഷുകാർ തന്നെ ആലോചിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ, സഹ്യപർവ്വതത്തിൻ്റെ മുകളിലൊക്കെ, അതായത് തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം, മധുരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആ സഹ്യപർവ്വതത്തിൻ്റെ മുകൾ വശത്ത് നല്ല മഴ ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ തടാകമുണ്ട്. ആ തടാകത്തിനെ കുറച്ചുകൂടെ വലുതാക്കി പിന്നീട് വെള്ളം പിടിച്ചു നിർത്തുകയാണെങ്കിൽ, ആ വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവന്നാൽ അത് മധുര ആ ഭാഗത്ത്, ദിണ്ടുഗൽ ഭാഗത്തൊക്കെ കൃഷിക്ക് ഉപയുക്തമാക്കാൻ സാധിക്കും എന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു പെനിക്യുക്ക്, ജോൺ പെനിക്യുക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത്. ആ പ്രപ്പോസൽ ആദ്യം 1860-കളിൽ തിരുവിതാംകൂർ പിന്നീട് രാജകുടുംബത്തിന്, അതായത് തിരുവിതാംകൂർ സർക്കാരിന് ലഭിക്കുകയും സർക്കാർ ഇത് പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടന്നു തുടങ്ങിയത് 1890-കളിലാണ്. ആ 90-കളിൽ ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്തേ തീരൂ, അതിന് ഒരു തിരുവിതാംകൂർ സർക്കാരുമായിട്ടൊരു പാട്ടക്കരാർ വ്യവസ്ഥയുണ്ടാക്കണം. കാരണം ഈ ഭാഗം തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തൊരു ഡാം ഉണ്ടാക്കിയിട്ട് മദ്രാസ് ഗവൺമെൻറ്റിന് അത്, അല്ലെ മദ്രാസ് പ്രവിശ്യയിലേക്ക് അതിൻ്റെ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണം. രണ്ട് കൂട്ടരും ചേർന്നൊരു ഉടമ്പടി ഉണ്ടാക്കണം. അങ്ങനെ ഒരു പാട്ടക്കരാർ ഉണ്ടാക്കി. ആ പാട്ടക്കരാർ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ളൊരു പാട്ടക്കരാറാണ്. അത് 999 വർഷത്തെ പാട്ടക്കരാർ. അത് ഏത് യുക്തിപ്രകാരമാണ് 999 വർഷം എന്നെടുത്തത് അറിയില്ല. പക്ഷേ അത് ഈ ഡാം കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1860
88-ലാണ്, 87-ലോ 88-ലോ ആണ്. അത് 1895 കംപ്ലീറ്റ് ചെയ്തു. 1895 തന്നെ ഈ ഡാം കമ്മീഷൻ ചെയ്തു, പ്രവർത്തന സജ്ജമാക്കി. അപ്പോൾ അതിനു മുമ്പ് തന്നെ 1885 ശ്രീമൂലം തിരുനാൾ മഹാരാജാവുമായിട്ട് കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് ചരിത്രരേഖകൾ പറയുന്നത്. 999 വർഷത്തെ കരാർ ഒപ്പിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്ന് ഈ കരാർ ഒപ്പിടാൻ ആദ്യം വളരെയേറെ വിമുഖത അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് കാണിച്ചെന്നും അതിന് പുറമേ നിന്ന് ബ്രിട്ടീഷുകാരുടെ വളരെ ശക്തമായ പ്രഷർ ഉണ്ടായിരുന്നുവെന്നും അതിലൊരു വളരെ കുറച്ചു കാലത്തേക്ക് മദ്രാസിൽ നിന്ന് ഒരു ദിവാൻ തിരുവിതാംകൂറിലെ ദിവാനായിട്ട് നിയമിതനായി എന്നും ആ ദിവാൻ വളരെ കുറച്ചു കാലമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ് ഇത് ഒപ്പിട്ടു എന്നുള്ളതൊക്കെ വളരെ ദുരൂഹത ഏറുന്ന സംഗതികളാണ്. ഈ കരാർ ഒപ്പിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ദിവാൻ ദിവാൻ പദവി രാജിവെച്ച് തിരിച്ച് മദ്രാസിലേക്ക് പോയെന്നും ചരിത്രം പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇവിടെ 1895 അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂറും തമ്മിലുള്ള 999 വർഷത്തെ പാട്ടക്കരാർ പ്രകാരം ഡാം നിലവിൽ വന്നു. ഡാം പ്രവർത്തന സജ്ജമായി. ഡാം കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1887-ലാണ്. കംപ്ലീറ്റ് ചെയ്ത് ഡാം നിർമ്മിച്ച് അതിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്തത് 1895-ലാണ്. 1895 നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ അത് കമ്മീഷൻ ചെയ്തു. പെരിയാർ നദിക്ക് കുറുകെയാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെരിയാർ നദി ആ സഹ്യപർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഏകദേശം കുറച്ച് 10-20-30 കിലോമീറ്റർ ഒഴുകിയതിന് ശേഷം അതിൻ്റെ ഒരു കൈവഴിയായ മുല്ലപ്പെരിയാറുമായി ചേർന്നാണ് ഈ ഡാമിൻ്റെ പ്രദേശത്ത് വരുന്നത്. ഒരു തടാകം പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് വന്നിട്ടാണ് പിന്നെ താഴോട്ട് ഒഴുകി പെരിയാറിലോട്ട് പോകുന്നത്. അപ്പോൾ പെരിയാർ നദി തന്നെയാണ്, അതിൻ്റെ ഒരു കൈവഴിയാണ് മുല്ലപ്പെരിയാർ. പക്ഷേ ഈ പറയുന്ന സ്ഥലം ഡാം കൺസ്ട്രക്ട് ചെയ്ത് മുല്ലപ്പെരിയാർ ഡാം എന്ന നാമകരണവും കൊടുത്തു. ഈ പെരിയാർ നദിക്ക് കുറുകെ കെട്ടിയ ഈ ഡാം മുൻപ് പറഞ്ഞതുപോലെ സുർക്കി ചുണ്ണാമ്പ് മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. സുർക്കി, ചുണ്ണാമ്പ്, കരിങ്കല്ല് ഇവ ചേർത്ത് നിർമ്മിച്ച ഒരു ഡാമാണ്. ഇതിൽ വരുന്ന ഈ ഡാമിൽ കെട്ടി നിൽക്കുന്ന വെള്ളം തമിഴ്നാട്ടിലെ വൈഗൈ നദീതടത്തിലേക്ക് തിരിച്ചുവിട്ട് മധുര, തേനി, ദിണ്ടുക്കൽ ഭാഗത്തൊക്കെ വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് കുടിവെള്ളത്തിനും ജലസേചനത്തിനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാമിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അതിൻ്റെ കർമ്മം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ജലസേചനത്തിനും കുടിവെള്ളത്തിനും. എവിടെയാണ്? മധുര, അതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങൾക്കെല്ലാം അവിടെ അതീവ വരൾച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാനും അവർക്ക് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും എന്നുള്ള നിലയ്ക്കാണ് ഈ ഡാമിലെ വെള്ളം ഉപയുക്തമാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാമിന് ഏകദേശം 1200 അടി നീളം, പിന്നീട് പരമാവധി ഉയരം 176 അടി പൊക്കം. ഡാമിൻ്റെ വീതി, ആ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡാമിൻ്റെ അടിഭാഗത്തെ വീതി പിന്നീട് 140 അടിയും മുകൾ ഭാഗത്തെ വീതി 20 അടിയും. ഡാമിൻ്റെ ഏകദേശം 52 അടി വെള്ളം പരമാവധി നിർത്താനൊക്കും ഫുൾ റിസർവോയർ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 880 മീറ്ററാണ് ഈ ഡാം പൊക്കത്തിലാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും 880 മീറ്റർ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ഡാം, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ദുരന്തത്തിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും, അതിതീവ്രമായിരിക്കും എന്നുള്ളത് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത് കമ്മീഷൻ ചെയ്ത് ഏകദേശം 52 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ 1924 1943 വളരെ അതിതീവ്ര മഴ ഈ ഡാമിൻ്റെ ചുറ്റുവട്ടത്ത്, അതായത് കാച്ച്മെൻ്റ് ഏരിയയിൽ ഉണ്ടാവുകയും ഡാമിന് ഭീഷണി ഉണ്ടാവുകയും ചെയ്ത, ഡാം തുറന്നുവിട്ട് താഴെയുള്ള ഭാഗങ്ങളിൽ താഴ്വാരത്ത് ഫ്ലഡിങ് ഉണ്ടായ 2 സമയം ഉണ്ടായിരുന്നു. 1924-ലും 1943-ലും. ഈ 2 വെള്ളപ്പൊക്കം ഈ ഡാമിന് കുറച്ച് കൂടുതൽ നാശം വരുത്തി വെച്ചു.
1924 വെള്ളപ്പൊക്കം കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ തന്നെ ഈ ഡാം പരിശോധിച്ചിട്ട് ഡാമിന് ബലക്കുറവുണ്ടെന്ന് കണ്ടെത്തി. അതേപോലെ 1943 വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഈ ഡാമിന് കുഴപ്പമുണ്ട്, ഇതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് എന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ തന്നെ കണ്ടെത്തി. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ 999 വർഷത്തെ പാട്ടക്കരാർ നിലവിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ചാപ്റ്റർ 30 സെക്ഷൻ 7(1) ABC ക്ലോസസ് പ്രകാരം കരാറിൻ്റെ കാലാവധി നിയമപരമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവസാനിച്ചതാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കരാർ വച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ചാപ്റ്റർ 30 സെക്ഷൻ 7(1) ABC ക്ലാസുകൾ പ്രകാരം പിന്നെ ഈ പാട്ടക്കരാർ നിലനിൽക്കുന്നതല്ല. അപ്പോൾ 1947 ശേഷം ഈ പാട്ടക്കരാറില്ല. അപ്പോൾ എന്ത് ചെയ്തു? തമിഴ്നാട് ഈ പാട്ടക്കരാർ പുതുക്കാൻ വേണ്ടിയിട്ട് 1947 ശേഷം അന്നത്തെ തിരുക്കൊച്ചി സ്റ്റേറ്റ് ആയിരുന്നു ശ്രീ പട്ടം താണുപിള്ള, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ സമീപിക്കുകയും 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനെ പിന്നീട് സമീപിച്ച് റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നു. ഇത് പുതുക്കണം, ഇത് തമിഴ്നാടിൻ്റെ ഒരു ആവശ്യമാണ്, ഈ കരാർ പുതുക്കണം, ഇത് ഇന്ന ആക്ട് പ്രകാരം ഈ കരാർ നിലവിലില്ലാതായിപ്പോയി, ഇവിടെ വെള്ളം കിട്ടാത്ത ഏരിയയാണ്, ഇവിടെ ഈ ഡാമിൽ നിന്നും വെള്ളം കിട്ടിയാലേ ഈ 3 ജില്ലകൾ പിന്നീട് മധുരയ്ക്കടുത്തുള്ള 3 ജില്ലകൾ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ശല്യം തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ളത് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള ഒരു കാര്യം കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. അതായത് 1941 മെയ് മാസം 12 ട്രാവൻകൂറും മദ്രാസ് സർക്കാരും തമ്മിലുള്ള ആർബിട്രേഷൻ കേസിൽ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയുടെ തീർപ്പ് പ്രകാരം മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ചോദ്യം ചെയ്തതാണ്. അതായത് തിരുവിതാംകൂർ കൂടെ അതിന് കക്ഷി ചേർന്നെടുത്തതാണ്. അപ്പോൾ 1999 പാട്ടക്കരാറിന് പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ള ഒരു കേസിലാണ്. അപ്പോൾ അന്ന് ഈ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയുടെ മുൻപിൽ ഇത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാട്ടക്കരാർ നിലനിൽക്കില്ലല്ലോ, ഇങ്ങനെ 999 വർഷം എന്ന് പറഞ്ഞ് നിലനിൽക്കില്ലല്ലോ എന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ പാട്ടക്കരാർ ചോദ്യം ചെയ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അപ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ചിട്ട് ഈ പാട്ടക്കരാർ നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് പ്രവചിച്ചതാണ്. അതിനുശേഷം 1970 ഇതാണ് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. 1970 അന്നത്തെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനെ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കാണുകയും ഈ ആവശ്യങ്ങൾ പാട്ടക്കരാർ പുതുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും നിരന്തരമായി കത്തെഴുതുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കന്നൊരു മണ്ടത്തരം പറ്റി. അതായത് മുൻകാല പ്രാബല്യത്തോടെ സി അച്യുതമേനോൻ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോൻ ഈ പാട്ടക്കരാർ പുതുക്കി നൽകി. അതോടെ തീർന്നു. നമ്മുടെ ആശങ്ക അവിടെയാണ് തുടങ്ങിയത്, നമ്മുടെ കേരളത്തിൻ്റെ ആശങ്ക. അതായത് തമിഴ്നാടിന് ലഭിച്ച ഏക പിടിവള്ളിയായിരുന്നു അത്. ആ ഒരു പാട്ടക്കരാർ പുതുക്കി നൽകിയതിൻ്റെ വെളിച്ചത്തിൽ അതായത് ഡാമിരിക്കുന്ന സ്ഥലവും ഒക്കെ അതിൻ്റെ പരിപാലനവും ഒക്കെ തമിഴ്നാട് സർക്കാർ അവർക്ക് മാത്രമായി നിജപ്പെടുത്തി. അങ്ങോട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇതിനോട് ചേർത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു ദിവാൻ ആദ്യത്തെ പാട്ടക്കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവാൻ ഉണ്ടായിരുന്നു. ആ ദിവാൻ മദ്രാസിൽ നിന്നുമാണ് തിരുവിതാംകൂറിൽ വന്ന് ദിവാനായിട്ട് ചാർജ് എടുത്തത്. അതിൻ്റെ പിന്നിൽ ബ്രിട്ടീഷുകാരുടെ വലിയൊരു ലോബി ഉണ്ടായിരുന്നു. ആ
ദിവാന്റെ പേര് വെമ്പകം രാമയ്യങ്കാർ എന്നായിരുന്നു, വി രാമയ്യങ്കാർ. ആ രാമയ്യങ്കാറെ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടുത്തെ ദിവാനായിട്ട് ആ രാമയ്യങ്കാർ എത്തി. ഈ പറയുന്ന പാട്ടക്കരാർ 1895 പാട്ടക്കരാർ ഒപ്പിട്ട് 3 മാസം കഴിയുമ്പോൾ ആ രാമയ്യങ്കാർ ദിവാൻ പദവി രാജിവെച്ച് തിരികെ മദ്രാസിലോട്ട് പോയി. ഇതാണ് ആ പാട്ടക്കരാറിൽ ഏറ്റവും കൂടുതൽ ദുരൂഹത. ഇതെല്ലാം കൂടി വച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞ ബംഗാളിലെ ജഡ്ജി ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉന്നയിച്ചത്. നിലനിൽക്കില്ല, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ആശങ്ക ഉന്നയിച്ചത്. അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച് 3-ാം മാസം രാജിവെച്ച് മദ്രാസിലേക്ക് മടങ്ങിപ്പോയ ദിവാൻ, അതൊരു ദുരൂഹത. ഈ ബ്രിട്ടീഷുകാരുടെ അതിസമ്മർദ്ദം ഇവിടുത്തെ പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവിന് മേൽ, അതൊരു ദുരൂഹത. പാട്ടക്കരാർ വ്യക്തമായിരുന്നില്ല. പാട്ടക്കരാർ വ്യക്തമാക്കണം. പിന്നീട് അതായത് തിരുവിതാംകൂറിനും മദ്രാസ് പ്രോവിൻസിനും മദ്രാസ് സർക്കാരിനും പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കണമെന്ന് ഇവിടുത്തെ പിന്നീട് മഹാരാജാക്കന്മാർ അതിൽ ഒരു ആക്ഷേപം അന്നേ ഉന്നയിച്ചിരുന്നു എന്നും ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അതായത് ഇതിലൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഒപ്പുവയ്ക്കുന്നതെന്ന് വിശാഖം തിരുനാൾ രാമവർമ്മ വേദനയോടെ പറഞ്ഞു എന്ന് ചില കഥകളിലും ഒത്തിരി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ദുരൂഹത നിറഞ്ഞതാണ്. കാരണം 1886 ഒക്ടോബർ മാസം 29-നാണ് പാട്ടക്കരാർ ഒപ്പുവയ്ക്കുന്നത്. 1886 ഒക്ടോബർ മാസം 29-ാം തീയതി പാട്ടക്കരാർ ഒപ്പുവയ്ക്കുന്നതിനും 14 മാസം മുമ്പ് വിശാഖം തിരുനാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പുവച്ചത് ശ്രീമൂലം തിരുനാളാണ്. അപ്പം അതിനൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1928 ബ്രിട്ടീഷ് എഞ്ചിനീയറായ എൽചെ ഗർഗ് ആണ് അണക്കെട്ടിൻ്റെ ബലക്ഷയം 1924 വെള്ളപ്പൊക്കത്തെ തുടർന്ന് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ മുന്നിൽ കാണേണ്ടത്. 1, പാട്ടക്കരാറിൽ വന്ന അവ്യക്തത. 2, പാട്ടക്കരാറിൻ്റെ പുറകിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. 3, ഒരു ദിവാൻ അവിടെ വന്നു, അതിൽ ഏറെ ദുരൂഹതയുണ്ട്. ഏതായാലും പാട്ടക്കരാർ ഒപ്പുവെച്ച ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ബംഗാൾ ഹൈക്കോടതി ജഡ്ജി ഇതിൽ ആശങ്ക ഉയർത്തി. 1941 ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സംശയം പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞിട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ കരാർ ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് തമിഴ്നാട് സർക്കാർ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരള സർക്കാരുമായിട്ടും നിരന്തരം ആശയവിനിമയം നടത്തി ഇത് ഏതെങ്കിലും തരത്തിൽ പുതുക്കിയെടുക്കണമെന്ന് അവർ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1970 നമ്മുടെ കേരളീയരുടെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ പാട്ടക്കരാർ പുതുക്കി കൊടുത്തു. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റിയത്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇതിനനുബന്ധമായിട്ട് പറയുന്നു. 141 വർഷം മുമ്പ് ജലക്ഷാമമുണ്ടായിരുന്ന പഴയ മധുര, രാമനാഥപുരം, ശിവഗംഗ എന്നീ ജില്ലകളിൽ ഒരു ഡാം പോയിട്ട് നല്ല വെള്ളമുള്ള ഒരു കിണർ പോലും അക്കാലത്തില്ലായിരുന്നു. അതാണ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അനിവാര്യതയായിട്ട് ബ്രിട്ടീഷുകാർക്ക് തോന്നിയത്. ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം. ഇന്ന് അതേ ഭാഗങ്ങളിൽ ഏകദേശം 28 ഡാമുകളുണ്ട്. വലുതും ചെറുതുമായ 28 ഡാമുകളുണ്ട്. ഇന്നത്തെ മധുര, രാമനാഥപുരം, തേനി, ദിണ്ടുക്കൽ, ശിവഗംഗ എന്നീ 5 ജില്ലകളിൽ 28ഓളം ഡാമുകളുണ്ട്. 141 കൊല്ലം മുമ്പുള്ള ജലക്ഷാമവും ഇന്നില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകട ഭീഷണിയായ അളവിന് മുകളിൽ വെള്ളം സംഭരിക്കണമെന്ന് തമിഴ്നാട് വാശി പിടിക്കുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അതിനൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ.